എടാ നാണം ഉണ്ടോടാ എനക്ക്? ഡേയ്, ഇത് എൻ്റെ വീട്, ഇത് എൻ്റെ മുറ്റം, അത് എൻ്റെ പിള്ളേർ, അതെൻ്റെ പെങ്ങളെ പിള്ളേർ. ഇതിൽ നിനക്ക് എന്താണ് പ്രശ്നം? ഓ അപ്പൊ എനിക്ക് കാര്യമൊന്നുമില്ല. അല്ല, അതാണ് ചോദിക്കണം, നിനക്കിപ്പോൾ എന്താണ് പ്രശ്നം? എടാ ഈ വടം വലിക്കുന്ന ഇതുകൊണ്ടാണടാ, ഈ കയറുകൊണ്ടാണ് വടം വലിക്കുന്നത്. അയ്യോ, ഇത് പശുവിനെ കാണുന്ന കയറല്ലേ? ഇത് വണ്ണമുണ്ട്. ഈ വളം എന്നൊക്കെ പറഞ്ഞാൽ വണ്ണം വേണ്ട. തമ്പിയണ്ണാ, ഒരുപാട് വടംവലി കണ്ടിട്ടും വലിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കറിയാം കയറിനെ കുറിച്ച്. ഇതിപ്പം വെറും ഒരു പ്രാക്ടീസ് സെക്ഷൻ അത്രേ ഉള്ളൂ കേട്ടോ. വടംവലിയുടെ ABC അറിയാത്ത പ്രാക്ടീസ് സെഷൻ നടത്താം. വടംവലിയുടെ XYZ വരെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആളാണ് ഈ ഞാൻ. എൻ്റെ അടുത്ത് നീ കൂടുതൽ തർക്കിക്കല്ലേ കേട്ടാ. മക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വലിക്കും മക്കളെ. ഞാനും മത്സരിച്ചിട്ടുണ്ട് ഒരുപാട്. തവളച്ചാട്ടമായിരിക്കും. എടാ ഒന്നുമില്ല, ഞാൻ ഒരു പോലീസുകാരനല്ലേടാ. എവിടെയെല്ലാം മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, വടംവലിയിലാണെങ്കിലും അല്ലാതെ. നീ ഇട്ട വട്ടത്തൊക്കെ അല്ലേ മത്സരിച്ചിട്ടുള്ളൂ. തമ്പിണ്ണ ഞാനുണ്ടല്ലോ, ഇവിടുന്ന് പാല, കോട്ടയം, ഏറ്റുമാനൂര്, ഇവിടെയുള്ള എത്ര ക്ലബ്ബുകൾ എന്നെ വടംവലി മത്സരത്തിന് വിളിച്ചെന്നറിയാം. തമ്പിയണ്ണ സമയമില്ല, തിരക്കല്ലേ തിരക്ക്. എനിക്ക് മക്കളെ, നിങ്ങൾ വലിക്കുക, പിടിച്ചോ. വീഴുന്ന കൊച്ചിനെ മര്യാദയ്ക്ക് ആ പിള്ളേർ വലിച്ചോണ്ടിരുന്നാണ്. എനിക്കെന്താ കുഴപ്പം? എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ലാത്തോണ്ട് കൊച്ചുങ്ങളെ വിളിച്ചാണ് വലിക്കുന്നത്. നീ ചുണോണ്ട് എന്നെ പിടിച്ചു തോപ്പിക്കടാ. ആണാണെങ്കിൽ നീ എന്നെ വലിച്ചു തോപ്പിക്ക്, പിടിക്ക്. അതെ, ഞാൻ എൻ്റെ തരക്കാരോട് വലിച്ച് കളിച്ചോളാം. എടാ പോടാ അവിടുന്ന്. എടാ മൂക്കിന്റെ താഴെ ഇരിക്കണ മീശയാണെന്നുണ്ടെങ്കിൽ ഇത് മീശയായിരുന്നു. ഓ സ്വാതി കണ്ണാ കേട്ടോ. കാരണം നിങ്ങൾ കണ്ടുപിടിച്ചത് തോപ്പിക്കടാ നീ. എടാ എനിക്കിപ്പോ താല്പര്യമില്ലടേ. കാര്യം എന്താ? താല്പര്യമില്ലാത്തോണ്ട്. എടാ നീ എന്നെ തോപ്പിച്ച നീ പറയുന്നത് ഞാൻ നിനക്ക് ചെയ്തു തരും. സമ്മതിച്ചത്? വേണ്ട, എന്ത്? എനിക്ക് മൂടില്ല. എടാ പോടാ അവിടുന്ന്. എന്നെ വലിപ്പിക്കാൻ വന്നേക്കും. തമ്പിണ, നിങ്ങളില്ലെങ്കിലും അവരുടെ സൈഡാ, എനിക്കറിയാം. എന്ത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു, വന്ന് കയറിയ ചെറുക്കനെയും പെണ്ണിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു തന്നോ? ഇല്ലല്ലോ. എന്റെ ക്ലീറ്റസ്, ഞാനൊരു കലാകാരനല്ലേ, എനിക്ക് പ്രണയത്തെ ഇങ്ങനെ തള്ളി പറയാൻ പറ്റൂ? അത് തന്നെ ഞാൻ എവിടെയും ഒറ്റയാണ്. ഇപ്പോൾ പാർട്ടി അണികളുടെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടു. അപ്പുക്കുട്ട സാറിന് മുമ്പ് പോയി എനിക്ക് നിൽക്കാൻ പോലും പറ്റില്ല. ഇത് നിങ്ങളെ ഒഴിവാക്കാതെ എനിക്ക് അപ്പുക്കുട്ട സാറിന് മുമ്പ് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അതെ, ഈ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ പോരാ, നല്ല ഒന്നാമതൊരു അവസരമാണോ ഇപ്പോൾ വന്നത്. അത് നിങ്ങൾ തട്ടിക്കളഞ്ഞല്ലേ ക്ലീറ്റസായി? എന്തവസരം? ആ പോലീസുകാരൻ പറഞ്ഞ് കേട്ടില്ലേ? എന്ത്? അയ്യോ ശരി, എൻ്റെ കേറ്റോ അയാൾ പറഞ്ഞ കേട്ടോ, അയാളെ വടംവലി വലിച്ച് തോൽപ്പിച്ചാൽ നിങ്ങൾ പറയുന്ന മുഴുവൻ അയാൾ കേൾക്കാമെന്ന് പറഞ്ഞ് കേട്ടില്ലേ? ചെന്ന് വെല്ലുവിളി. എന്നിട്ട് വടംവലിക്കാൻ വെല്ലുവിളിക്കുക. എന്നിട്ട് നിങ്ങൾ വലിച്ച് തോൽപ്പിക്കും. നിങ്ങൾ എന്നിട്ട് ആ പിള്ളേരെയല്ലേ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കും. വാനേ ഐഡിയ കൊള്ളാൻ തമ്പിയാണ്. പക്ഷെ എന്നാലും ഞാൻ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടു. ഞാൻ കൂടില്ലേ, കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ്. പേടിയാണോ? പിന്നെ ഓക്കെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ.